അപ്പം ഞങ്ങളിന്ന് ചേമ്പൻ തട കൊണ്ടുവന്ന് പുളിങ്കറി വയ്ക്കാൻ പോവേണേ. കുറേ നാളായി പുളിങ്കറി വെച്ച് കൂട്ടിയിട്ട്. അപ്പം അണ്ണൻ ഇന്ന് ചേമ്പൻ തട പുളി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് വെക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ചേമ്പൻ തട അരിഞ്ഞെടുത്ത് ചെറിയ ഉള്ളി ഇടണം. അതിൽ നിന്ന് വളർച്ച പൂർത്തിയായിട്ടില്ലാത്ത ഒരു കുട്ടി കൊണ്ടുവന്നു. അണ്ണന് പണിയില്ലെങ്കിൽ അണ്ണൻ തന്നെ എനിക്ക് കൂടെ സഹായിച്ചൊക്കെ തരും. തെറ്റാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. മുട്ടയിൽ നിന്ന് പുറത്തു വന്ന ശിശു ക്രോധത്തോടെ കുണതയോട് പറഞ്ഞു, അമ്മ എന്താണ് കാണിച്ചത്? കുറെ നാൾ കൂടി കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ വിരൂപനായി. ഈ തെറ്റ് കൊടുക്കാനാവില്ല. അമ്മയ്ക്ക് ഒരുപാട് കാലം ചേമ്പൻ തടയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഇത് ശാപമല്ല, എന്റെ മനസ്സിന്റെ നല്ല കറിയാണ്. നിലവിളിച്ചു, അരുത് മോനെ, അരുത്. നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരാളുടെ ബാക്കിയായി കലത്തിലോട്ടിടാം. കുട്ടി ശാന്തതയോടെ പറഞ്ഞു, ശാപം ഫലിച്ചേ തീരൂ. അമ്മ വിഷമിക്കണ്ട. എന്നെ വിരൂപനാക്കിയതുപോലെ ഈ രണ്ടാമത്തെ കുട്ടിയെയും വിരൂപനാക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കണം. മുട്ട താനേ വിരിയുന്നത് വരെ. കലത്തിലോട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. പുത്രനാണ് അവൻ. അമ്മയുടെ താല്പര്യം തീർക്കും. പച്ചമുളകും കൂടി നമുക്ക് അതിലോട്ട് അരിഞ്ഞിടാം. പിന്നീടൊന്നും പറയാതെ ആ ശിശു ആകാശത്തേക്ക് ഉയർന്ന് സൂര്യദേവനെ മുന്നിലെത്തി. സൂര്യൻ അവനെ വാത്സല്യത്തോടെ സ്വീകരിച്ചു. പിൽക്കാലത്ത് ആ ശിശു സൂര്യന്റെ പേരാളിയായി തീർന്നു. അവനാണ് അരുണൻ. വിതുര ദുഃഖിതയായി. വർഷങ്ങൾ പിന്നെയും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ മുട്ട കൊട്ടി. ഇതിന് വെള്ളം ഒത്തിരി കൂടുതലായിട്ട് ഒഴിക്കണേ, ഒരുപാട് കുറവരുത്. ഒരു ദിവസം സദ്രു വിനതയുടെ അടുത്തെത്തി. നമുക്ക് അടുപ്പിൽ വെക്കാം. അവൾ അഭിമാനത്തോടെ വിനതയോട് പറഞ്ഞു. വിനത ഒന്നും മിണ്ടിയില്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെയും പലവട്ടം കദ്രുവും വിനതയും തമ്മിൽ കണ്ടു. അപ്പോഴൊക്കെ കദ്രു പൊട്ടാത്ത മുട്ടയെ കുറിച്ച് ചോദിച്ച് വിനതയെ സങ്കടപ്പെടുത്തി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഉള്ളിയും അത് നന്നായിട്ട് വേവണം. അവർ പഴയതുപോലെ അടുപ്പത്തിലുമാണ്. നമുക്ക് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് അത് ആ കറി വെച്ച് കൂട്ടാം. കുറച്ച് പുളി പിഴിഞ്ഞെടുക്കാം. പുളി കൂടിയാലും കൊള്ളൂല, ആവശ്യത്തിന്. പുളി കൂടി തന്നെ നമുക്ക് മുളക് പൊടിയും കൂടി കലക്കണം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി മതി. ഉച്ചൈശ്രവത്തിന്റെ വാലിൽ നീ പറയുന്നത് പോലൊരു മറുകില്ല. എന്തെങ്കിലോ ഇല്ലെന്ന് എനിക്ക് തീർച്ചയാണ്. പറയൂ, എന്തെങ്കിലോ എന്നത് തിരിച്ചു. നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൂത്തുമകനായ അരുണന്റെ ശാപത്തെ പറ്റി അപ്പോൾ വിനത മറന്നു പോകുന്നു. കദ്രു പരിഹസിച്ച് ചിരിച്ചു. വിനത വിട്ടില്ല. വാലിൽ കറുത്ത മറുകില്ലെങ്കിലോ നന്നായിട്ടൊന്ന് ഇളക്കി. എങ്കിൽ ഞാൻ നിന്റെ ദാസിയാവാം. ഉച്ചൈശ്രവത്തിനെ പലവട്ടം കണ്ടിട്ടുണ്ട് വിനത. അതിന്റെ വാലിൽ കറുത്ത മറുകില്ലെന്ന് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം. അടുത്ത ദിവസം തന്നെ ഉച്ചൈശ്രവത്തിനെ കാണാൻ പോകാമെന്ന് ഉറപ്പിച്ച് രണ്ടുപേരും തിരിഞ്ഞു. നമുക്കിതിന് വേറെ ചേരുവകളൊന്നും ഇല്ല. കായപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടണ്ട. കുതിരയുടെ വാലിൽ കറുത്ത മറുകില്ല. ഉപ്പുണ്ടാകും. പള്ളിപ്പുറത്താവും. പന്തേ പ്രകാരം താൻ വിനതയുടെ ദാസിയുമാണ്. ജീവിക്കാൻ എന്തുകൊണ്ട് വഴി? മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടാൽ മതി. പുളിയും. ഒരു യുക്തി തോന്നി. അവൾ മക്കളെയെല്ലാം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്കൊരു അർത്ഥം പറ്റി. ഞാനും വിനതയും തമ്മിൽ ഒരു പന്തയം. നമുക്ക് ഇറക്കി വയ്ക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് കടുക് വറുക്കാം. നാഗങ്ങൾ പറഞ്ഞു, ഉച്ചൈശ്രവത്തിന്റെ വാലിൽ കറുത്ത മറിഞ്ഞില്ലല്ലോ അമ്മേ. ശരിയാണ്, മറിവില്ല. ഉണ്ടാക്കണം. നാഗങ്ങൾക്ക് അത്ഭുതമായി. ഉണ്ടാക്കണമെന്നും എങ്ങനെ? നിങ്ങളിൽ ഒരാൾ ഉച്ചൈശ്രവത്തിന്റെ വാലിൽ ചുറ്റിപ്പിടിച്ച് കറുത്ത മറുകു പോലെ കിടക്കണം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആരും സംശയിക്കില്ല. വിനത കുതിരയുടെ അടുത്ത് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതിൽ പറയുന്നു, അണ്ണൻ ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ അമ്മ വിനതയുടെ ദാസിയാകേണ്ടി വരും. അണ്ണൻ ഇന്ന് ഈ കറി വെക്കണമെന്ന് പറഞ്ഞു. അമ്മേ, അപ്പൊ നമ്മൾ കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഉപദേശിക്കരുത്. അമ്മയും വിലയമ്മയും ഒരുപോലെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്.
ഇതേമേ ഞങ്ങൾ ഒരിക്കലും വഞ്ചിക്കില്ല. നമ്മളാ കടുവറുത്ത ചട്ടിയിലോട്ട് അത് ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കുമ്പോൾ നല്ല പാപത്തെയും ടേസ്റ്റാണ്. പുണ്യത്തെയും പറ്റി എന്നെ പഠിപ്പിക്കണ്ട. എനിക്കൊന്നേ അറിയുള്ളൂ, ഞാൻ പറയുന്നത് നമുക്ക് ചക്ക കിട്ടിയായിരുന്നു. ആ ചക്ക കൂടി നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുന്നു. നമ്മൾ ക്ഷമിക്കണം. ധിക്കരിക്കേണ്ടി വരുന്നതിൽ മാപ്പ് തരണം. അർജുൻ ചോദിച്ചു, എന്തു പറഞ്ഞു? എന്നെ നിങ്ങൾ അനുസരിക്കില്ലെന്നോ? പെറ്റമ്മയുടെ വാക്ക് കേൾക്കാത്തവർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിങ്ങൾ അഗ്നിയിൽ വീണ് വെല്ലും മരിക്കട്ടെ. ശാപം കേട്ടിട്ടും നാഗങ്ങൾ അനങ്ങിയില്ല. പക്ഷേ ഒരു കൊച്ചു കൃഷ്ണസർപ്പം മാത്രം ഭദ്രു പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായില്ല. അവൻ ഉച്ചയസ്രവത്തിന്റെ വാലിൽ നമ്മളെ ചക്കയും റെഡി ആയിട്ടുണ്ട്. പിറ്റേന്ന് കുതിരയെ കാണാൻ ഭദ്രുവും വിനതയും എത്തി. ഉച്ചയസ്രവത്തിന്റെ വാലിലേക്ക് ചൂണ്ടിക്കാട്ടി ഭദ്രു പറഞ്ഞു, നോക്ക് നമ്മൾ ചേമ്പന്തട ശരിയല്ലേ? നമ്മൾ ചോറ് കഴിക്കാൻ നമ്മളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. നെത്തോലി വറുത്തത്, ചക്കക്കൂട്ടാൻ, നമ്മളെല്ലാം ചോറ് കഴിക്കാൻ, മീൻകറി, എല്ലാം നമ്മളെ സ്പെഷ്യൽ സലാഡ്, പുളിങ്കറി, ചേമ്പന്തട പുളിങ്കറി, സലാഡ്. ഇത്രയാണ് ഇന്നത്തെ നമുക്ക് ഉച്ചഭക്ഷണം. അന്ന അതൊഴിച്ചാണ് കൂട്ടുന്നത്. നമ്മള് ചോറ് കഴിക്കാൻ പോവുകയാണ്. കോഴി കറങ്ങുമായിരുന്നു. അങ്ങനെയൊക്കെ വെക്കാം. അങ്ങനെ കുറച്ചേരം നിങ്ങളെ കൈ കഴിയൂലേ? നമ്മളെ ചക്കക്കൂട്ടാൻ അത് കുറച്ചേരം അങ്ങനെ കിടക്കാം. സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്കി വെക്കോ നമ്മളെ ചേമ്പന്തട തീയൽ വെച്ചത്. അത് വേണോ? തരാം. ഇവർക്ക് വേണ്ടേ? നാളെ ആയാലും എടുക്കുക. ഇവിടെ ഇതാകുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ ഇതാക്കിയാലും പാച്ചിനുണ്ട്. കൊള്ളാം, സൂപ്പർ തന്നെ. മീൻ കറിയും കൂടെ. പണ്ടത്തെ എന്തൊരു കപ്പടാണ് തടിയും വന്നു. അങ്ങനെ ഇരിക്കട്ടെ. ഏറ്റവും കൂടുതൽ വേവുള്ളത് ഇതൊരു ഗെയിമാ. സംഭവം അറിയാവോ? നമ്മള് വരയ്ക്കുന്ന ഫുഡ് ഉണ്ടാക്കി ചക്കയും സൂപ്പർ കറിയും. കുറേ നാളായി ചേമ്പന്തടയിട്ട് പുളിങ്കറി വെച്ചിട്ട്. ഇതാണ് കൊഞ്ച്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. മഞ്ഞപ്പൊടി, കുരുമുളക് പക്ഷെ ഇന്ന് വെച്ച് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ്, അടിപൊളി. നിങ്ങൾ ഒരു ദിവസം ഇതുപോലെ ചേമ്പിന്റെ തട എടുത്ത് കറി വെച്ച് കഴിക്കണം. മീൻകറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാം. പക്ഷെ ഇതേ നിങ്ങൾ മറ്റേ പിന്നെ ഇത്രയേ ഉള്ളൂ. ചുടുവല്ലേ